ഈ നാട്ടിലെ ഈഴവരെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആളുകളാണ്. കള്ള് ചെത്തരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആളും കള്ളിന്റെ മുതലാളിയായ ഇയാളും തമ്മിൽ ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇയാൾക്കൊരു തട്ടുമുട്ട് തീരാണ്ട്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. അത് VS-ന്റെ പഴയ വീഡിയോ ഇങ്ങനെ അടിച്ചു കേട്ടാളി. അതിൽ പറയുന്നുണ്ട് ഇയാൾ ആരാ, ഈ നടേശൻ കേക്കണം, VS പറയുന്നത് കേക്കണം. അപ്പൊ എന്താ നിങ്ങൾ വിചാരിച്ച അയ്യപ്പ സംഗമം വെച്ച ഈഴവരെല്ലാം വരുന്ന? കസേര കാലിയായി, കസേരയിൽ കാള് വന്നില്ല, ഉണ്ടാക്കിയ ഭക്ഷണം ബാക്കിയായി. 6.5 കോടി രൂപ ഈ സമയത്ത് നഷ്ടായി കേരളത്തിന്. അയ്യപ്പ സംഗമം ഒരു RSS-കാരനായ സ്വാമി കണക്കിന് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. എന്ത് നേടി പിണറായി? മലപ്പുറത്ത് ശ്വാസം മുട്ടുകയാണ്. മലപ്പുറം വേറൊരു നാടാണ്. കാന്തപുരം പറഞ്ഞിട്ടാ പിണറായി നീങ്ങുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞൊരാള് ആ ആളെ തോളില് കൈയിട്ടിട്ട് ഇയാളെ കാറിൽ ഒരു മനുഷ്യനായി ജനിച്ചവനത് വരെ കയറ്റിയിട്ടില്ല. എന്റെ ഒരു കൽബിയായ മുറാദായിരുന്നു അച്യുതാനന്ദന്റെ അയാത്ത് കാലത്ത് രണ്ടും കൂടി ഒരു കാറിൽ വന്നിറങ്ങണ്ടെന്ന് കാണാന്. അമ്മോശനും മരുവനാന്നെങ്കിലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ല. കോട്ടയത്തെ സമ്മേളനത്തിൽ പെരുമഴ പെയ്യുമ്പോ DYFI-കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോ VS-ഉം പിണറായി അടുത്തടുത്തിരിക്കുന്നുണ്ട്. പിണറായി അയാളെ മുഖത്തേക്ക് തന്നെ നോക്കിയില്ല. ഇനി നോക്കുകൂലി കൊടുക്കേണ്ടി വരുവാണാവോ എന്ന് കരുതിയിട്ടാണാവോ, നോക്കുക പോലും ചെയ്തില്ല. സെൽഫി എടുത്ത കുട്ടിയുടെ കൈക്ക് തട്ടിയ പിണറായി, പോലീസുകാരനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി, വെളിയം ഭാർഗവനോട് ഇത് ഞങ്ങളെ ഓഫീസായി അല്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞ പിണറായി. ആ പിണറായി ഈ സമയത്ത് ഈ വെള്ളാപ്പള്ളിയെ തോളിൽ കൈയിട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് പിണറായിയിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നവരൊക്കെ ഈ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പിണറായിയിൽ എന്താ പ്രതീക്ഷ? പിണറായിലുള്ള പ്രതീക്ഷ പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ അനുയായിയാണ് ഇയാൾ. അല്ല, ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് ഉറപ്പായി. സുകുമാരൻ നായരുടെ നാട്ടിൽ കംപ്ലീറ്റ് പോസ്റ്ററാ. ഇയാൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണക്കാൻ കാരണം മോളെ വിഷയമുണ്ട്, മരുവന്റെ വിഷയമുണ്ട്, ഇയാളെ വിഷയമുണ്ട്. അപ്പൊ നായന്മാർ തീരുമാനിച്ചില്ല, ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് പിന്തുണ നൽകാൻ ഞങ്ങളില്ല, പെരുന്നയിലൊന്ന് പോയി നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം തെക്കൻ ഭാഗത്ത് ഒരു പൊതുയോഗത്തിന് വന്നപ്പോ പെരുന്നയിൽ ഇയാൾക്കെതിരെ നായർ സർവീസ് സൊസൈറ്റിയുടെ മക്കൾ നിരത്തി പോസ്റ്ററാണ്. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇങ്ങനെ എല്ലാ സമുദായത്തിലും കയറി കളിക്കുക. എന്നൊരു ന്യൂനപക്ഷ സംഗമങ്ങൾ വെക്കാൻ വരട്ടെ. ന്യൂനപക്ഷത്തിനൊരു വകുപ്പുണ്ട് കേരളത്തിൽ. അബ്ദുറഹ്മാൻ മന്ത്രിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? കേന്ദ്രം കൊടുത്ത 24 കോടി ഇപ്പൊ നഷ്ടപ്പെടുത്തി. ഭർത്താക്കന്മാര് മരിച്ച പെണ്ണുങ്ങൾക്ക് വീടുണ്ടാക്കാൻ മഞ്ഞളാംകുഴി അത് 100% ചെലവാക്കി. ആ ഫണ്ടിലുണ്ടായിരുന്നു കിണർ കുഴിക്കാൻ, അത് 62% ലാപ്സാക്കി. അറിയണം, ഒരുപാട് ആനുകൂല്യം കല്യാണത്തിന് മക്കളെ കെട്ടിക്കുമ്പോ കൊടുക്കാണ്ടായിരുന്നു. നാട്ടുകാരാണെങ്കിലോ കല്യാണത്തിന് കുട്ടികൾക്ക് സ്വർണത്തിന് വില കൂടിപ്പത് കാത്തു നിൽക്കുകയാണ്. ഒരു അപേക്ഷ കൊടുത്താൽ 10-30,000 ഉറുപ്പിക കിട്ടുന്നൊരു കേസ് എന്താ ചെയ്തതെന്നറിയോ? അവതാളത്തിലായി. ആരായിന്റെ വകുപ്പ്? അബ്ദുറഹ്മാൻ. ആരാ അബ്ദുറഹ്മാന്റെ ഒപ്പം? KT ജലീൽ. KT ജലീൽ ആരാ? മലബാറിന്റെ സുൽത്താൻ. രണ്ടാളും കൂടി എന്താ കാട്ടിയത്? ഇതൊക്കെ നഷ്ടപ്പെടുത്തി. ഡബിൾ തുണി ഏറ്റി അടക്കുകയാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്തി. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ തോൽപ്പിച്ചാണ്. താനൂരിൽ കുറെ ആളുകള് ലീഗ് ഒന്ന് പഠിക്കട്ടെ എന്ന് കരുതി. പഠിക്കുന്നത് ഞങ്ങളല്ല, ന്യൂനപക്ഷ സമുദായത്തിന്റെ മൈനോറിറ്റി ഫണ്ട് നഷ്ടപ്പെടുത്തുക മാത്രമല്ല കേന്ദ്രം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇനി അടുത്ത തവണയും തരണമെങ്കിൽ ഇതിനൊരു ഉത്തരം കൊടുക്കണമെന്ന്. വക മാറ്റി ചെലവഴിച്ചത് വേറുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ അബ്ദുറഹ്മാനെ ന്യൂനപക്ഷത്തിനെ കാക്കാനാക്കിയതാ. അബ്ദുറഹ്മാനെ ന്യൂനപക്ഷ ക്ഷേമം ഏൽപ്പിച്ചത് പണ്ട് തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലാ. പണ്ട് തമിഴനെ ഗോൾ കീപ്പറാക്കി. അതെങ്ങനെ? ഫുട്ബോൾ കളി നടക്കുമ്പോഴാണ് ഗോൾ കീപ്പർ തലകറങ്ങി വീണത്. ടീം മാനേജർ പറഞ്ഞു ഒരു 2 മിനിറ്റ് നിർത്തിയേക്കണം, ഒരു ഗോളിനെ നിർത്തട്ടെ.
ഗ്യാലറിയിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗോൾ കീപ്പർ ആകുമോ? ഇരിക്കണവര് പറഞ്ഞ് ഞങ്ങൾ കളിക്കാൻ വന്നതാണ്, അല്ല കാണാൻ വന്നതാണ്. കാണാൻ വന്നതാ, കളിക്കാൻ വന്നല്ല. കമ്മിറ്റിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരെ ഒരു ഗോൾ കീപ്പർ ആയിട്ട്. ഇയാളൊരു സൈക്കിൾ എടുത്തിട്ട് ഗോൾ കീപ്പറെ തെരഞ്ഞ് അങ്ങാടിക്ക് കറങ്ങി. അപ്പോഴാണ് മാർക്കറ്റിൽ അശോക് ലൈലൻഡ് ലോറിയിൽ നിന്ന് ചേന എടുത്തിട്ട് മറ്റേ ലോറിയിലെ ചേന അങ്ങോട്ട് അയാൾക്ക് ഇട്ട് കൊടുക്കുന്ന ഒരണ്ണനെ ശ്രദ്ധയപ്പെട്ടത്. ഇങ്ങനെ ഇട്ട് കൊടുക്കണ്, അയാൾ ചാടി ഇങ്ങനെ പിടിക്കുന്നു. അത് കണ്ട മോനോട് ചോദിച്ചു, എനിക്ക് ഗോൾ കീപ്പർ ആവാൻ പറ്റുമോ ചോദിച്ചു. ഇതുണ്ട്, ഇറക്കി കഴിയട്ടെ അറിഞ്ഞു. ഇറക്കി കഴിഞ്ഞ് ഓനെ ഈ സൈക്കിളിന്റെ പിന്നിലിരുത്തി കൊടുന്ന് ഗോൾ കീപ്പർ ആക്കി. ആ ലോറിയിൽ നിന്ന് ഇട്ട് കൊടുക്കണ പോലെ ആദ്യം വരണ അടി ചാടി പിടിച്ച്, എന്നിട്ട് ഈ ലോറി കിടന്ന അരി പോസ്റ്റിൽ കൊണ്ടിട്ട് അതോടുകൂടി കളിയും പാത്തിലായി. അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയത് അണ്ണനെ ഗോൾ കീപ്പർ ആക്കിയ അനുഭവത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ എന്തൊക്കെ പണിയാ എടുക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ ആ കൊല്ലാൻ പോകുമ്പോ ഒരു കാറേറ്റ് പോവുക, 10 ഉറുപ്പ്യക്ക് മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ വാങ്ങുക. എന്നിട്ട് നിങ്ങൾ പറയാ മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ. കണ്ടാ, നിങ്ങൾക്ക് കേൾക്കണം. അതിന്റെ പിറ്റേ ദിവസത്തെ ദേശാഭിമാനിയില് എഴുതിക്കുകയാണ്, വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് പുലരുവോളം കത്തിയിരുന്നു. ഏതാ വള്ളിക്കാട് ജുമാ മസ്ജിദ്? TP ചന്ദ്രശേഖരന്റെ മഹല്ല് പള്ളി. TP ചന്ദ്രശേഖരന്റെ മഹല്ല് പള്ളിയാണ്. അവിടുത്തെ ലൈറ്റ് നേരം പുലരുവോളം കത്തിയിരുന്നു. കണ്ടോ? പക്ഷേ പടച്ചോൻ കാത്തു. ഞാൻ പ്രസംഗിച്ചത് തില്ലങ്കേരിയില്ല, അൻസാരി തില്ലങ്കേരിയുടെ നാട്ടിൽ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ പറഞ്ഞ് അവിടെയാണ് മുടക്കോയി മല. ഏതാ മുടക്കോയി മല? ഈ അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്, അതുപോലെ മറ്റേ ചങ്ങായില്ലേ കൊടീസുനി, ഇവര് 3 ആളും മുടട്ടിരുന്ന മലയാണ് ആ മുടക്കോയി മല. ഇവരെ 3 ആളെ പിടിച്ചത്. ഫസലിനെ കൊന്നു. ഫസൽ ചെയ്ത ഏറ്റെന്താ? SDPI-കാരനാ, പഴയ കമ്മ്യൂണിസ്റ്റ് കുടുംബാണ് ആ കുട്ടി. ദേശാഭിമാനി പത്രം എല്ലാ വീട്ടിലൊട്ടിയുന്ന ആളാണ് ആ കുട്ടി. ഇതുപോലത്തെ ഒരു കാളച്ചാലിൽ സുബൈക്കുണ്ട് ഇങ്ങനെ കിടക്കണം. എന്താ കാര്യം? ദേശാഭിമാനിക്ക് പകരം തേജസ് വന്നതിന്. ചന്ദ്രികക്ക് പകരം എത്ര പത്രമുണ്ട് നമ്മക്ക് പകരം വരണേ? നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ട്? അപ്പൊ ഞാനൊക്കെ 2 പേപ്പറും വരുത്തുന്നുണ്ട്. വായിക്കാൻ നേരം ഉണ്ടായിട്ടില്ല. അല്ല, ഗതിയില്ലാത്തവൻ 2 പെണ്ണെട്ടിയാൽ 2നെയും ഒരുപോലെ നോക്കും വേണം. അങ്ങനെയൊക്കെ വരുത്തുന്നവരാ ഞങ്ങള്. നിങ്ങളറിയോ, ദേശാഭിമാനി കുറഞ്ഞപ്പോ കണക്കെടുത്തപ്പോ അവിടെ തേജസ് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. കാരണക്കാരൻ ഫസലിനെ വകവരുത്തണമെന്ന് പാർട്ടി തീരുമാനിച്ചു. ഇതുപോലത്തെ കാളച്ചാലിൽ സുബൈക്ക് ആളുകൾ വരുമുണ്ട്, പത്രക്കെട്ട് ചളിയിൽ കിടക്കുന്നു, ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്നു. തൃശ്ശൂര്, കണ്ണൂര്, തലശ്ശേരി ഭാഗത്ത് ഒരാൾ വീണ് കിടക്കണുണ്ടായി, എടുത്താ പണിയാണ്. കാരണം കൊലപാതകമാണ്, തൊട്ടം കൊടുക്കും. പുതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ പോലീസുകാർ തടുക്കാത്തൊരു ഏരിയ അല്ലേ, നമ്മളെ ഈ ഭാഗത്തെ പോലെ ഒന്നല്ല. ഞാൻ 3 ദിവസം അവിടെ ആയിരുന്നു, അനുഭവിച്ചതാ പറയുന്നത്. വരുന്ന കവലയിലൊക്കെ പോലീസ് വണ്ടി നിർത്തിക്കും, ചവിട്ടി ഡിക്ക് ഇതൊക്കെ തുറന്ന് അതിന്റെ അടിയിൽ വല്ല വാള കത്തിയുണ്ടോന്ന് നോക്കുകയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അയിമണ്ടാവിന്റെ ഷിയാബ് തങ്ങളെ ചിത്രം. അത് കണ്ട പോലീസുകാരെ പറഞ്ഞു പോയിക്കോ. എന്താ പറയാ, അത് ബത്താക്കാണ്, കേരളത്തിൽ നടക്കാനുള്ള ബത്താക്കാണ് ഷിയാബ് തങ്ങളെ ചിത്രം. നിങ്ങൾ അറിയണം, ആ ഫസലിന് മരിച്ചപ്പോ നേരല്ലാത്ത ആഭ്യന്തരമന്ത്രി നേരുണ്ടാക്കി വന്നു കൊടിയേരി. എന്നിട്ട് കഫൻ തുണി ജനാസം വന്നിട്ട് നീക്കിയിട്ട് പറഞ്ഞു, കുത്ത് കണ്ടാൽ RSSന്റെ കുത്തന്നെ. ആര്? ഫസലിന്റെ. RSSന്റെ മേത്ത് കിട്ടു. അവിടെ പോലീസുകാരെ വന്നപ്പോൾ ഇതുപോലെ ഒരു കാല്, RSSന്റെ കൊടിക്കാല് ഓഫീസ് അപ്പുറത്ത്, ഇതുപോലുള്ള ഒരു വള്ളിമ്മല്, ഒരു കമ്പിമ്മല് ചോര പുരണ്ട ടവ്വല്, ഫസലിന്റെ രക്തം പുരണ്ട ടവ്വല് ഇതിമ കൊണ്ടേട്ടതാ. അപ്പൊ RSSന്റെ കൊടിക്കാലും എന്നാന്ന് മനസ്സിലായപ്പോ കൊടിയേരിയെ S വെച്ചു എല്ലാരും. കാരണം അയാൾ ഇത്ര ദീർഘവീക്ഷണോ തോന്നിപ്പോയി. പക്ഷേ പിന്നെ വന്നത് പോലീസ് നായാണ്. ഈ പോലീസ് നായക്ക് LDF UDF ഇല്ലല്ലോ. പോലീസ് നായ മണം പിടിച്ചിട്ട് നേരെ ഓടി 2 ആളെ നെഞ്ഞത്തേക്ക് കയറി. കാരായി രാജൻ, സഖാവ് കാരായി ചന്ദ്രൻ. പടച്ചറപ്പ് കാത്തു ചെയ്തു. ഇവര് എന്തെല്ലാം ചെയ്യും. എന്താ ഇലക്ഷൻ വരിക, പഞ്ചായത്ത് ഇലക്ഷൻ, എല്ലാ വാർഡിലും ഒന്നുക്കല് അവിടെ ഭരിക്കുന്ന മെമ്പർക്കെതിരെ അല്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ഇല്ലാത്ത അഴിമതി ഉണ്ടാക്കി തച്ചണ്ട് പൊളിച്ചു.
ഇല്ലെങ്കിൽ പെങ്കേസിൽ കുടുക്കിയിട്ട് ഏറ്റവും തിളങ്ങുന്ന ഒരാളാണ് തളർത്തും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണ്. TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോ ഇവര് പറഞ്ഞ എന്താ അറിയാ, ഈ ചന്ദ്രശേഖരന് വേറൊരു പെണ്ണിനേറ്റ് ലൈൻ ഉണ്ടായിരുന്നു, ദേശാഭിമാനിൽ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അവരെ അളിയന്മാര് കാട്ടിയതാണ് പറഞ്ഞത്. സാജൻ എന്ന് പറഞ്ഞൊരു ചെക്കൻ മരിച്ചു, തൂങ്ങി മരിച്ചു. സാജൻ SFI-കാരൻ ദുബായി പോയി നന്നായി പൈസ കണ്ട് വന്ന് നാട്ടിൽ കുടുംബത്തിൽ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോണില്ല, ഇവിടെ എനിക്ക് അത്യാവശ്യം ചില സംഭവം ഉണ്ടാക്കണം. പാർത്ത കൺവെൻഷൻ സെന്റർ ആന്തൂരില് ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കി. ഞാൻ കുട്ടി ഇവിടെ നിൽക്കാനാണ് ഭാര്യ പറഞ്ഞത്, ഇനി നമുക്ക് ഒന്നിച്ച് കഴിയണം. നമ്പർ ഇട്ടുകൊടുത്തില്ല. ആര്? നഗരസഭാ ചെയർപേഴ്സൺ. ആരാണ് മുതല്? ഈ ഗോവിന്ദ മാഷ കെട്ടിയോള്. എന്താ പറഞ്ഞത്? ഉയരം പോരാ, പൊളിക്കണം. ഉയരം വേണം, പൊളിക്കണം. സ്വീപ്പാക്കി. നമ്പർ കൊടുത്തില്ല. അവസാനം പറയാനുള്ളതാണ്ട് പറഞ്ഞു, ഇതിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് വേണം. പാർട്ടിക്ക് പിരിവ് കൊടുക്കാത്ത കാരണത്താൽ അവനിട്ട് സ്വീപ്പാക്കിയപ്പോ ഗത്യന്തരമില്ലാതെ അവനും തൂങ്ങി മരിച്ചു. സാജൻ മാർക്സിസ്റ്റുകാരൻ. പിറ്റേ ദിവസത്തെ ദേശാഭിമാനി എഴുതി, ഓന്റെ പെണ്ണുങ്ങൾക്ക് വേറൊരു ചങ്ങായിനേറ്റ് ലൈൻ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം. അത് കുഞ്ഞാപ്പാക്കെതിരെ. എന്റെ ഉമ്മൻചാണ്ടിനെ, സരിതയെ ക്ലിപ്പ് ഹൗസിലിട്ട് നോക്കണം. വൈഫ് ഹൗസിൽ പോകാൻ നേരമില്ലാത്തൊരു മനുഷ്യനാണ് ഈ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ? ഷാഫി പറമ്പിൽ ഒരു വെറുക്കപ്പെട്ടവനാണ് ഇവർക്ക്. അപ്പൊ എന്ത് വേണം? ഒരു അഴിമതി കാണാനില്ല, ഒരു പെങ്കേസ് കിട്ടാനില്ല. അപ്പൊ പെങ്കേസിൽ പെടുത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നടക്കുന്ന ആള്, ഒപ്പം നടക്കുന്നവരൊക്കെ രാജിവെക്കുകയാണെങ്കിൽ പിണറായി 1-ാം തീയതി രാജിവെക്കണ്ട. ഞാൻ എണ്ണണ മുകേഷ്, മറ്റേ ചങ്ങായി ബാലകൃഷ്ണപിള്ളയുടെയൊക്കെ, പിന്നെ ഞാൻ എണ്ണണ എത്ര ആൾക്കാർ. ഇപ്പൊ ആ ഷൊർണൂര് ചങ്ങായി, അത് ആ പ്രളയത്തിന്റെ സമയത്ത് എല്ലായിടത്തും റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, അവിടെ ബ്ലൂ അലർട്ട്. എവിടെ? ഷൊർണൂര്. എന്താ ഉണ്ടായത്? ആരാ പരാതിക്കാരി? മാർക്സിസ്റ്റുകാരി. ആരാന്നിട്ട് അന്വേഷിച്ചത്? പോലീസ് അല്ല, ശ്രീമതി ടീച്ചറും മന്ത്രി ബാലനും. ഓല് പോയി അന്വേഷിച്ചു. എന്നിട്ട് പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുത്ത് എന്താ എഴുതിക്കണേ അറിയോ? തീവ്രത കുറഞ്ഞ പീഡനം, കടുപ്പില്ലാത്ത പീഡനം. എനിക്ക് പറയാനുള്ള അതിന്റെ അടിയിൽ കുറെ സ്ഥലം ഉണ്ടായിരുന്നു. ഇതും കൂടി ഉണ്ട് എഴുതിയാൽ മതിയായിരുന്നു. ഉന്മേഷക്കുറവ്, താല്പര്യമില്ലായ്മ. അതാ രസം. ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ ആലം ദുനിയാവില്? പറ്റാത്തവർക്കെതിരെ മുഴുവൻ. ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നടക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുക്കനെ വിട്ടത്. അതിന് കുറച്ച് ആൾക്കാരുണ്ട് അതിന്റെ പിന്നിൽ. അവിടെ കാട്ടിയ പണി കണ്ടില്ല നിങ്ങള്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാഫിർ. എന്താ കാഫിർ? ശൈലജ ടീച്ചർ ജയിക്കണം, അതിന് നമ്മൾ ഇറക്കണ മാതിരി ഒരു നോട്ടീസ് ഇറക്കി. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇറക്കണ പോലെ ഒരു നോട്ടീസ്. എന്ത്? നമ്മളെ സ്ഥാനാർത്ഥി 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാനാണ്. ആര്? ഷാഫി. മറ്റേത് കാഫിറാണ്. ആര്? ശൈലജ ടീച്ചർ. ഇത് നമ്മൾ ഇറക്കണ മാതിരി ഓലിറക്കി. എന്താ അറിയാ? ആൾക്കാർ ഇത് വായിക്കുമ്പോ പറയാ, അല്ലാ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചോ, എന്നാ നമ്മള് ഈ UDF-ന് വോട്ട് ചെയ്യൂലെന്ന് UDF തീരുമാനിക്കുന്ന. പക്ഷെ സംഗതി ആരെ തിരിച്ചായി, നേരെ തിരിച്ചായി. അതെന്താ? ഇത് ഇറക്കിയത് ആരാന്നുള്ള ചർച്ച നടന്നപ്പോ പാറക്കൽ അബ്ദുള്ളാന്റെ പരാതി കൊടുത്തു. അതില് ഉപകാരം ഇവരെന്താ പറഞ്ഞത്? യൂത്ത് ലീഗുകാരൻ കുട്ടിയാറിന് ഓൻ പോയി പരാതി കൊടുത്ത്, ഞാൻ അത് വിട്ടെന്ന് തെളിയിച്ചാ ഞാൻ നിങ്ങൾ പറഞ്ഞ പണിയേക്കാർ. അവിടുത്തെ മണ്ഡല യൂത്ത് ലീഗ് ഈ മക്കളെ പോലെ യോഗം ചേർന്നിട്ട് പറഞ്ഞു, ഇത് യൂത്ത് ലീഗിന്റെ ഇവനാന്ന് പറഞ്ഞ 10 ലക്ഷം ഉറുപ്പിക നിങ്ങൾക്ക് ഫ്രീ തരാറ്. 2 മെച്ചങ്ങൾക്ക്. ഒരു യൂത്ത് ലീഗുകാരനെ കുടുക്കിയ സുഖം കിട്ടും, 10 ലക്ഷം പഹരങ്ങൾക്ക് വെറുതെയും കിട്ടുകയാണ്. എന്നിട്ടും നിങ്ങൾ അതിന്റെ പിന്നാലെ പോയില്ല. എന്താ കാരണം അറിയോ? അത് നിങ്ങൾ ഉണ്ടാക്കിയതാ, അത് നിങ്ങൾ ഉണ്ടാക്കിയതാ. അത് ഞാൻ ഇപ്പൊ പറയണില്ല, അതിന്റെ ആളെ ഞാൻ പറയണില്ല. വാണങ്ങ തൊട്ടെന്നെ കാണിച്ചരാ. ആ കോലത്തിലാ കാഫിർ. കാരണം എന്താ പറയാ, ഇതിന് ഈ സ്ക്രീൻഷോട്ട് വിട്ടോനെ പിടിക്കാൻ എളുപ്പാ. നമ്മളെ പൈതം മക്കൾക്ക് അറിയാം. ഇത് ഈ പോലീസുകാർക്കും പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇങ്ങനെ കേൾക്കണ, ഇപ്പൊ ഈ കാറ്റുമായി ഉണ്ടായപ്പോ ഞങ്ങളെ ഭാഗത്ത് തിരുനാവായ ആ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ കുട്ടി, ഒരു +2-ന് പഠിക്കുന്ന കുട്ടിയാണ്. ഓൻ എന്ത് ചെയ്തറിയാ? സ്കൂളിൽ പോകാൻ മടിയാണ് അവനക്ക്. അപ്പൊ ഓൻ എന്ത് ചെയ്തെന്നറിയാ? ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. എന്താ സ്ക്രീൻഷോട്ട് അറിയോ? കടുത്ത കാലവർഷക്കെടുതി കാരണം മലപ്പുറം ജില്ലയിലെ
പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുന്നതാണ്. ഒരു ദിവസമാണ് കലക്ടറായി അവധിയാണ് പ്രഖ്യാപിച്ചു. ഞാൻ പോളിടെക്നിക്കിലാണ്. എൻ്റെ സുബൈർ സർ ഇവിടെ ഉണ്ട്, നാട്ടുകാരൻ. ഞങ്ങൾ ഒന്നിച്ചാ ജോലി ചെയ്തില്ല. അവിടെ ആൾക്കാർ വന്നില്ല, ജോലിക്ക് വന്നില്ല. എന്താ കാരണം? ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ച് പ്രൊഫഷണൽ കോളേജിൽ പോളിയും പെടും, വന്നില്ല. ബോയ്സ് ഹൈസ്കൂളിലും ഇല്ല കുട്ടികൾ, മാഷ്മാരും ഇല്ല. എന്താ വരാത്ത ചോദിച്ചവന് കലക്ടർ അവധിയാണ്. എല്ലാവരും കൂടിയാണ് തീരുമാനിച്ച് പോണില്ല. അവസാനം DD വിളിക്കൽ തുടങ്ങി, ടെക്നിക്കൽ ഓഫീസർ വിളിക്കൽ തുടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് കലക്ടർക്കൊന്ന് വിളിച്ചു നോക്കുക. കലക്ടർ പറയാണ്, പടച്ചോനെ സത്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആരാ? ഒരു ലീവ് കിട്ടാൻ വേണ്ടിട്ട് ഒരു ചെറുക്കൻ ചെയ്തതാ, ഒരു ചെക്കൻ ചെയ്തതാ. അങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു ലീവ് കിട്ടാൻ കാത്തിക്ക. അപ്പൊ എന്റെ ചെക്കനൊക്കെ രാവിലെ പേസ്റ്റും ബ്രഷും എടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നമ്മളെ കലക്ടർ എന്തെങ്കിലും പറഞ്ഞിക്കണോ? ഇല്ല. കോട്ടയം കലക്ടർ അവധി പ്രഖ്യാപിച്ചിക്കണല്ലോ? ഉണ്ട്. ഇടുക്കി കലക്ടർ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ഈ നമ്മളെ മലപ്പുറത്തെ കലക്ടർ കോട്ടക്കുന്നിന്റെ മേലെയാണ് പാർക്കണത്. അങ്ങണ്ട് വെള്ളം കയറണമെങ്കിൽ ഞാനും ഇതൊക്കെ മുങ്ങണം. അന്ന് ഞമ്മക്ക് അവധി അയക്കാരം, മൂപ്പർക്ക് അവധി ഉണ്ടാവില്ല. അപ്പൊ ചെക്കൻ ചോദിക്കാണ്, സമസ്ത എന്തെങ്കിലും പറഞ്ഞിക്കണോ? എന്താ? ഒന്ന് പോകാതിരിക്കാനാ. കുട്ടികളുടെ ആഗ്രഹം അതാണ്. ഞാൻ മുമ്പ് പ്രസംഗിക്കലുണ്ട്. പണ്ട് ഉസ്താദ് ദീനിയാത്ത് ക്ലാസ് എടുക്കുക, അൽ-ഈമാനു ബിൽ യൗമിൽ ആഖിർ, അവസാന നാളിനെ പറ്റിയുള്ള പാടാ. മക്കളെ എല്ലാരും ബുക്ക് പൊട്ടിയേക്കുക, ശ്രദ്ധിക്കുക. ഇസ്രാഫീൽ സൂർ എന്ന കാലത്തിൽ ഊതുമ്പോ ഖിയാമത്ത് നാൾ ഉണ്ടാവും. ഊതേ, അതെ ഊതും. ശരിക്കും കേക്ക് മക്കളെ. അന്ന് ആകാശം പൊട്ടിക്കീറും. കുട്ടികളാകെ കണ്ണു നെറുക്കണ്ടു പോയി. ആകാശം പൊട്ടിക്കീറുക, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും, നെഞ്ഞത്തിരുന്ന് ചാടൽ തുടങ്ങി, പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. ചെക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഉസ്താദ് പറഞ്ഞു, കടല് ആളിക്കത്തും, ബേജാറാകാൻ എവിടെക്കെങ്കിലും പോണ. പിന്നെ ഉസ്താദ് പറഞ്ഞു, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിന്ന് ഒരു ചെക്കൻ നീച്ചെന്ന് ചോദിക്കുക, അന്ന് മദ്രസ ഉണ്ടാവുമെന്ന്. ഓന് സദർ ഉസ്താദ് വെച്ചിട്ടാണെന്ന് വന്ന് മദ്രസ ഉണ്ടാവുമെന്ന് അവൻ ചോദിക്കണം. എന്ന പോലെ ഒരു ലീവിന് കാത്തിക്കാണ്. ഈ കുട്ടിനെ പിടിച്ചു പോലീസ്. +2 കാരനായി വികൃതി കുട്ടനെ പിടിച്ചു പോലീസ്. ഈ സ്ക്രീൻഷോട്ട് വെച്ച് ഞാൻ പറയുന്നു, എന്താണ് കേരള പോലീസ് കാഫിറിന്റെ ബാപ്പാനെ പിടിക്കാത്തത്? വടകരയിൽ പിന്നെ ഉണ്ടായത് എന്താ അറിയോ? ഈ പ്രയോഗം മാർക്സിസ്റ്റേറിനെയാണ് എന്ന് അറിഞ്ഞപ്പോ സാധാരണ അരിവാളിന് വോട്ട് ചെയ്യണ മുത്തലക്കായ സഖാക്കളൊക്കെ സെറോച്ചിട്ട് കൈപ്പത്തിക്കൊണ്ട് വോട്ട് ചെയ്ത്. അങ്ങനെ ഷാഫിക്ക് ഒന്നിച്ചില്ല, ലീഡാണ്ട് കൂടി. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2 പണി ഇരട്ടിച്ച്. ഇപ്പൊ കാഫിറിന്റെ വാപ്പാനെയും പിടിക്കണം, അതോടൊപ്പം മുനാഫിക്കിന്റെ മക്കളെയും പിടിക്കണം. അതുകൊണ്ട് ഈ കാപട്ടി അല്ലേ നിർത്തട്ടെ. അപ്പൊ 2 പണി എടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടി എടുക്കണ പണിയാണത്. അപ്പൊ അതുകൊണ്ട് മക്കളെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്. BJPക്ക് എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുക. CAA NRC റാലിയിൽ ഭീകരവാദി ഉണ്ടെന്ന് പിണറായിയാ പറഞ്ഞത്. അത് ഏറ്റുപിടിച്ചത് മോഡിയാണ്. കേരള के मुख्यमंत्री श्री पिनराई विजयन ने कहा CAA NRC റാലി में ആതങ്കവാദി है. അപ്പോഴാണ് നമ്മൾ അച്യുതാനന്ദൻ, ഈ മുസ്ലിം ചെറുപ്പക്കാര് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി അങ്ങനെ പോയാൽ 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ആരാ പറഞ്ഞ്? അച്യുതാനന്ദൻ. അതാരാ ഏറ്റുപിടിച്ചത്? യോഗി ആദിത്യനാഥ്. എന്താ പറഞ്ഞത്? കേരള മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ ने कहा. അച്യുതാനന്ദൻ പറഞ്ഞു, കേരള മേ ലവ് ജിഹാദ് ഹേ. BJPക്ക് ഇങ്ങനെ ആയുധം കൊടുക്കുകയാണ്. അതാണ് ദാറുൽ ഹുദ അമേരിക്കൻ ചാരനാണ്. താലിബാനിസ പഠിപ്പിക്കുന്നത്. ബഹാവുദ്ദീൻ കുരിയാടിനെതിരുള്ള പ്രസംഗ സഖാക്കളെ ഇതൊക്കെ അപകടം ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലാളികളെ പറ്റിച്ച, ഇവിടുത്തെ സർക്കാർ ജീവനക്കാരെ പറ്റിച്ച, കുടുംബശ്രീക്കാരെ പറ്റിച്ച ഗവൺമെന്റ് അവരൊരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ആരെ അവര് പറ്റിക്കാത്ത? യുവാക്കളെ പറ്റിച്ചില്ലേ? നായനാറുള്ള കാലത്ത് ഒരു മുദ്രാവാക്യമുണ്ട്, വർഷം പ്രതി 10 ലക്ഷം പേർക്ക് തൊഴിൽ. കൊടുത്തോ? കൊടുത്തില്ല. നായനാർ പിന്നെ വന്നില്ലേ? വന്ന്. കൊടുത്തോ? ഇല്ല. അച്യുതാനന്ദൻ വന്ന്. ഇതെടുത്തോ? ഇല്ല. കൊടുത്തോ? ഇല്ല. പിണറായി 2 തവണ വന്നു. കൊടുത്തോ? ഇല്ല. പിന്നെ ഇത് എന്തിനാ പറഞ്ഞത്?
അത് കൊടുക്കാനല്ല. അത് മയ്യത്ത് നിസ്കാരം നടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു ഇന്നാളിന്നാൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഹയാത്ത് കാലത്ത് വല്ല വാക്കോ പ്രവൃത്തിയോ വെറുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കണം. പിന്നെ വല്ലതും അയാൾ മൊയ്തീങ്കാക്ക തരാണ്ടെങ്കിൽ മൂത്ത മകനെ ഹമീദിനെ കണ്ടാൽ മതിയാണ്. ഹമീദ് അത് ഏറ്റെടുത്തിക്കണുകയാണ്. ഹമീദിനാണെങ്കിൽ ഒരു പണിയില്ല, ഒരു വരുമാനവും ഇല്ല. ടീച്ചേഴ്സ് ഹമീദ് അങ്ങാടിക്ക് വന്നപ്പോൾ ആൾക്കാർ വളഞ്ഞ് പാപ്പ തരാനുള്ളത് എന്നോട് ചോദിക്കാനാ ഉസ്താദ് പറഞ്ഞു. ഇജ്ജ് ഏറ്റിക്കണെന്നല്ല പറഞ്ഞു. അവൻ പറഞ്ഞു അതെ ഞാൻ ഏറ്റിക്കണ്, ഞാൻ ഏറ്റ്. ഇനി ഞാൻ മരിക്കുമ്പോ ഉസ്താദ് ഇതുപോലെ പറയും എന്റെ ചെക്കൻ റിയാസിനെ ഏൽപ്പിക്കും, ഓൻ അത് ഏൽക്കും. എന്നിട്ട് ഓൻ പെണ്ണിട്ടും ഓനക്കൊരു കുട്ടി ഉണ്ടാവും, എന്നിട്ട് ഓൻ ഏൽക്കും. അങ്ങനെ ഇത് കൊടുക്കാനല്ല, ഞങ്ങൾ താബീങ്ങളായി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ കൊടുക്കണ പരിപാടിയില്ല. ആ പണി ഇനി നടക്കൂല. അതിനുള്ള ഒരു ഉണർത്തുപാട്ടാകട്ടെ ഈ പരിപാടിയെ നാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്. ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളീക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത രണ്ടു കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വരട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരിക. അപ്പോൾ 2 ബോധന്മാർ വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കിട്ടിയതൊക്കെ എന്താണൊക്കെ വാട്ട് ഹാപ്പൻസ് യു അതാണ് എന്താ തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതൊക്കെ പറയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം അയച്ച സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, വിമർശനങ്ങളോടുള്ള അശ്രദ്ധ, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് തോൽക്കുക. അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി 5 ദിവസം കൂടുമ്പോൾ PK ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം, രാജഗോപാലൊക്കെ ഒന്ന് പറയണം. ഇതാണ് പഠിക്കേണ്ടത്. വെറുതെ പറഞ്ഞിട്ട് വോട്ടിന്റെ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി. 50 സീറ്റ് പോയി. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. സാറിന്റെ നാട്ടിലെ 2-3 സഖാക്കൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. എന്ത് ചോദിച്ചു ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടെയായിരുന്നു. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ എവിടെ ഉണ്ടാകാനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലമായിട്ട് 1 സീറ്റ് അസംബ്ലിക്ക്, 1 സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM വരെ മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്? ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്തെങ്കിലും പറയണോ? മുഖസ്തുതി അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? നവകേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചില്ല, ബാക്കിയൊക്കെ പോയില്ലേ? അതാണ് നവകേരള സദസ്. അത് ശരിയാണ്. ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും. എന്തിനാണോ? ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. അല്ല എന്താ പറയാം, നിങ്ങളത് ആലോചിച്ച് നോക്കി. പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPMമാരോട്, നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര്? എൻ്റെ യുവ സുഹൃത്ത്. നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങളെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ചു ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ചത്. നാടല്ലാത്ത ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത മലയാളത്തിൽ ഉളുപ്പിലൊന്നും ഒന്നുമില്ല സർ. ഉളുപ്പറ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്തിനാ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെത്ര ഈ ബോധ്യമാരെ പിറ്റി പോട്? ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും ബോധ്യന്മാര് എന്റെ മുസ്ലിയാർമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും അധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല, മോനിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത്? പൗരത്വത്തിന്റെ പോയി മൂപ്പിന് പള്ളിക്കല കത്തി പറ്റിയ അവിടെ പോയിക്കാണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല. എന്ത് അത് കേന്ദ്രം നടപ്പാക്കണ്ടേ? നിങ്ങൾക്ക് എന്താ കഴിയാ?
വെറുതെ ഞാനിങ്ങനെ പള്ളിക്കല കത്തീബുമാർ മാതിരി ഇങ്ങനെ സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കുക. ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാരി നിങ്ങളത് കൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത്? എന്നിട്ടോ നിങ്ങൾ കണ്ണൂർക്കാരത് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ബഹുമാനായ MP ജയരാജൻ നമ്മുടെ സുഹൃത്താണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം, അവിടെ പോയിട്ട് ഒരു മൂല്യരെ കാണാനേ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ലീഗാരനോടെ ചോദിച്ച് നമ്മളാൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പോട്, നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട്? ഈ മോനെമാരെ പിന്നെ നിങ്ങൾ നടക്കണം, എന്നാലും ഞങ്ങൾ സാധാരണ ഞങ്ങളെ കൗമിന് ഇതൊക്കെ അറിയാം, നിങ്ങളെ ഈ ഏറ്റത്താക്കുതരം നിങ്ങൾ എവിടെയാ പോകാത്ത? പിന്നെ ഇളവരം കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം കരീം വേറെ പണിയൊന്നും ഇളവരം കരീമിനാണ് പോരെ. എന്തിനാ പോയത്? തോട്ടത്ത് ഒന്ന് പറയണം. അവിടെ എല്ലാവരും ബന്ധം മനുഷ്യനല്ല നിങ്ങള്, ഒന്നിനെ നമ്മൾ തമ്പുരാനല്ല നിങ്ങള്. അപ്പൊ നിങ്ങളത് ആലോചിച്ച് നോക്കി. അവിടെ പോയിട്ട് കരീം ഇത് വെച്ച് പോയിട്ട് ഇളവരം കരീം വേറെ പണി ഇങ്ങോട്ടാണ് ഇങ്ങനെ പാർട്ടി എന്ന് പറയുന്നത്. എവിടെ നിങ്ങൾ നന്നാകുക? നിങ്ങൾ നന്നാകണം. കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സീറ്റ് കിട്ടി, 52. നിങ്ങൾക്ക് 52 ആൾക്കാർ ഇടത് വർഷത്തിൽ പാർലമെന്റ് ഉണ്ടായില്ലേ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ച എവിടെയാ? ഇവിടെ നമ്മൾ തമ്മിൽ ഫൈറ്റാ, ഇവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിരാളികളാണ്. നിങ്ങൾ മെലഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യത്തില്ല, നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കണ്ട് തകരാറ് വെച്ചാൽ ഒരു പക്വതയില്ല. ഇതൊക്കെ മാതിരി പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് അത് ഉണ്ടാകണം. നിങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല, വെറുതെ കയറി കാണിക്കാം. ഒരു കമ്മിറ്റി CPM കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ 72 മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇല്ലത്? ചോദിച്ചിരുന്നത് അവിടുന്ന് ഗോവിന്ദ ഭാഷ റിപ്പോർട്ട് ചെയ്യും, CM ഒന്ന് റിപ്പോർട്ട് ചെയ്യും, യെസ് തലക്കുരിക്കാട് പോരും. 2 ദിവസം മീറ്റിംഗ് ആണ്, പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം 4 മണിക്ക് പിരിഞ്ഞു. ഇപ്പൊ ചർച്ചല്ല. നിങ്ങൾ റിയാലിറ്റിക്ക് വരണം. നിങ്ങൾ പരാജയപ്പെടില്ല, നമുക്ക് സങ്കടമുണ്ട്. കുറച്ച് അത്യാവശ്യ ചില പടങ്ങളൊക്കെ ഉണ്ട്, പകുതികൾ മോശം, അതന്നെ നിങ്ങൾക്കില്ല തകരാറ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ആ SFI വന്ന് തലക്കൃതം നിങ്ങൾക്ക് പരാജയം. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ, നിങ്ങളതിനെ എല്ലാ ക്രിമിനലുകളും നിങ്ങൾ താകിടത്. പിന്നെ നിങ്ങൾ പാർട്ടിക്കുള്ള തകരാറ്. നമ്മളൊരു മന്ത്രിമാരുടെ അടുത്ത് ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പൊ പറയും DC-നോട് ചോദിച്ചാട്ടെ, ഡിസ്ട്രിക്ട് കമ്മിറ്റി. പിന്നെ പറയും LC-നോട് ചോദിച്ചാട്ടെ. പിന്നെ ബ്രാഞ്ചിൽ നിങ്ങൾ സ്വകാര്യ സമ്മാനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി, LC. ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓനോട്. ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ, ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ. ഈ MLA-മാരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കട്ടെ. നമ്മൾ MLA-മാരോട് എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടെ. എന്തൊരു കഥയാണ്, കാലം മാറിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി. പാർട്ടി വേണം, പക്ഷെ അവനാണ് പാടുന്ന അധികാരം അന്തസ്സൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല. ഇപ്പൊ ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവിടെക്കാണ് ജയിച്ചു പോരുന്നത്. അതൊക്കെ അത് മനസ്സിലാക്കട്ടെ. അല്ല നിങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപമുള്ള മന്ത്രിയാണ്, നിങ്ങളെ മാതിരല്ല. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാണ്ട് നല്ല കട പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സിക്കാർ ജയിച്ച്, നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ? 37,438 വോട്ടാണ്, 39,462 വോട്ടാണ് 6ാം റാമിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 4,74,948 കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട്. 7,72,104 വോട്ടാണ് ആർക്ക് കിട്ടിയത്? BJP കിട്ടിയത്. 2,97,156 വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയുകൊണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തന്നു. അതുകൊണ്ട് 74 MP വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ട് അയാൾക്ക് ഓടിച്ചു പോകണമെന്ന് ഉണ്ടാവില്ല. നമ്മൾ തന്നെ 7 പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ, ഒരു സീറ്റ് എടുത്ത് ജയിപ്പിച്ചെന്ന് വിചാരിച്ചു. നിങ്ങളത് മനസ്സിലാക്കണ്ടേ. പിന്നെ രാഹുൽ ഗാന്ധി ഏതൊക്കെ നിങ്ങൾ വെക്കാൻ പറ്റും? നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ, നിങ്ങളെ കൊടി എവിടെ ഇല്ലേ? ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തുണ്ടായത്? ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാ ഞങ്ങൾ അടി മുന്തിയ ചെറുക്കള CPI-ക്കാർ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ വടകര, കണ്ണൂർ, കാസർഗോഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പൊന്നാനി, മലപ്പുറം ഒന്ന് ചിന്തിക്കണം. 4 മൂല്യമാരിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളിക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ 2 കൂട്ട്
മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വച്ഛമായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരിക. അപ്പോൾ 2 ബോഡിയന്മാർ വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളിലേക്ക് മന്ത്രി അടിച്ചു. മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ എന്താണൊക്കെ വാട്ട് ഹാപ്പൻസ് യു അതാണ് എന്ത് പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ എന്തൊക്കെ പറ്റിയത് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? നിങ്ങൾ CM ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി. നിങ്ങൾ ഞങ്ങളൊക്കെ സഹായിക്കണം. ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്കും പാടും. ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ അവനാന്റെ കാര്യം കൂടി പറയട്ടെ സർ. ഇതില് ഈ മന്ത്രിയോട് പറയാനേ നിങ്ങൾ പറയും കിഫിയിൽ 9 ഫയൽ അങ്ങേക്ക് വന്നാൽ 7 ഫയൽ 2 വർഷമാണെങ്കിൽ നിങ്ങൾ ഒപ്പിടും. 2 ഫയൽ നമ്മളതാണെങ്കിൽ നിങ്ങൾ ഒപ്പിടൂല. എന്തൊരു പരിപാടിയാ. അതേപോലെ പ്ലാൻ ഫണ്ട് ആ PWD ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത്? വേറൊരു പ്ലാൻ കാർഡ് മുഴുവൻ കൊടുക്കുക. എന്തോ പറയട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ MSFും KSും സെക്യൂർ ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാ. അവിടെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം. വെറുതെ കയറിക്കണം. പ്രസംഗിക്കാനൊക്കെ ഒന്ന് പറഞ്ഞത് നെഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത്, ആരാണ് കാരണക്കാർ ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. സ്പീക്കർ സാർ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒന്ന് ഇടപെടാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട്. സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാപത്യങ്ങളെ എതിർക്കുന്നു.